മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ മറുപടി സത്യവാങ്മൂലം. മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ കേസിൽ പെടുത്തുന്നു എന്നാണ് വാദം. ബോധപൂർവം മോശക്കാരിയാക്കാൻ ശ്രമം നടക്കുകയാണ്. എക്സാലോജിക് ബിനാമി കമ്പനി അല്ല എന്ന് മറുപടി സത്യവാങ്മൂലത്തിൽ വീണ വാദിക്കുന്നു. രേഷ്മ ബാബു ചേരുകയാണ് വിവരങ്ങളുമായി. രേഷ്മ, സത്യവാങ്മൂലത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? മാസപ്പടി ഇടപാടിൽ CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിലാണ് വീണ വിജയൻ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് CBIയുടെ അന്വേഷണം ഈ മാസപ്പടി കേസിൽ വേണ്ടതില്ല. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ക്രയവിക്രയങ്ങളും എക്സലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇടപാടുകളും അത് സുതാര്യമാണ്. മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ ബോധപൂർവം കേസിൽപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. അത് മാത്രമല്ല, താനൊരു വിദ്യാസമ്പന്നയായിട്ടുള്ള സംരംഭകയാണ്. തന്റെ ഈ എക്സലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന സ്ഥാപനം അത് 2014 ആരംഭിച്ചത്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളും നേരത്തെ തന്നെ പരിശോധനയ്ക്ക് വിധേയമായതാണ്. ഒരു ബിനാമി കമ്പനിയല്ല എക്സലോജിക് സൊല്യൂഷൻസ് എന്നുള്ളതാണ് വീണ വിജയന്റെ വാദം. അതും കൂടാതെ തന്നെ ഈ വിഷയം മാസപ്പടി ഇടപാട് എന്നുള്ളൊരു വിഷയം അതിൽ പൊതു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഹർജി നിലനിൽക്കില്ല, തള്ളണമെന്നുള്ളതാണ് വീണ വിജയൻ ഹൈക്കോടതിയെ രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ സമാനമായിട്ടുള്ള ആവശ്യങ്ങളും മറുവാദങ്ങളും തന്നെയാണ് പിണറായി വിജയനും ഹൈക്കോടതിയിൽ അറിയിച്ചത്. അതായത് ഈ തനിക്കെതിരായിട്ടുള്ള തന്റെ ഭർത്താവിനും ഈ കമ്പനിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തനിക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ അത് തന്നെ പൊതുജന മധ്യത്തിൽ മോശക്കാരിയാക്കുവാൻ വേണ്ടി മാത്രമാണ്. രാഷ്ട്രീയമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരമുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും തനിക്കെതിരെ ഉന്നയിക്കുന്നത്. അതുകൂടാതെ ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ആ ഒരു കണ്ടെത്തലുകളെ ആശ്രയിച്ചാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹർജി നിലനിൽക്കുന്നതല്ല. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ ഒരു വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്യായത്തിൽ ഒന്നും തന്നെ താൻ കക്ഷിയായിരുന്നില്ല, താനോ തന്റെ കമ്പനിയോ കക്ഷിയായിരുന്നില്ല. അതുകൊണ്ട് SFIO അന്വേഷണം നടത്തിയ ഒരു വിഷയത്തിൽ സമാന്തരമായിട്ട് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണ്ടതില്ല എന്നുള്ളതാണ് വീണ വിജയൻ മറുവാദം ഉന്നയിക്കുന്നത്. SFIOയുടെ അന്വേഷണവുമായിട്ട് താൻ നിരന്തരം സഹകരിക്കുന്നുണ്ട്. ഇനി വീണ്ടും ഒരു അന്വേഷണം നടത്താനായിട്ട് ഹൈക്കോടതി ഉത്തരവിടരുതെന്നും ഒരാവശ്യമെന്നുള്ള രീതിയിൽ ഈ മറുപടി സത്യവാങ്മൂലത്തിൽ വീണ വിജയൻ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ CBIയുടെ അന്വേഷണം വേണമെന്നുള്ള ഹർജിക്കാരന്റെ ആവശ്യം അത് പൊതു താല്പര്യം ഈ ഒരു മാസപ്പടി ഇടപാടിൽ ഇല്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ തള്ളണമെന്നുള്ളതാണ് വീണ വിജയൻ പറയുന്നത്. മുഖ്യമന്ത്രി സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ ഹൈക്കോടതിയിൽ രേഖാമൂലം അറിയിച്ചത്. അതായത് ഈ CBIയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടതില്ല. എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മകൾ വീണ വിജയനും എതിർക്കുന്നത് എന്നുള്ള കാര്യത്തിൽ മാത്രം വ്യക്തതയില്ല. വീണ വിജയന്റെ അഫിഡവിറ്റിൽ പറയുന്നത് തന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ നേരത്തെ തന്നെ പരിശോധിച്ചു വരുന്നതാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മാസപ്പടി ഇടപാടിലെ അന്വേഷണത്തെ തുറന്ന് എതിർക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് മറുവാദം ഉന്നയിക്കാനായിട്ട് ഈ അഫിഡവിറ്റിൽ എങ്ങും തന്നെ വീണ വിജയന് സാധിച്ചിട്ടുമില്ല. എന്തായാലും ഈ CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകനായ MR അജയനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹർജി അടുത്ത ദിവസങ്ങളിൽ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. അതിനു മുന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നോട്ടീസ് അയച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ രേഖാമൂലം തങ്ങളുടെ വാദഗതികൾ കൂടി എതിർകക്ഷികളായിട്ടുള്ള മുഖ്യമന്ത്രിയും മകൾ വീണ വിജയനും ഹൈക്കോടതിയെ ധരിപ്പിച്ചത്. എന്തായാലും CBIയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടതില്ല, മറ്റ് SFIOയുടെ അടക്കമുള്ള അന്വേഷണങ്ങളുമായിട്ട് താൻ നിരന്തരം സഹകരിക്കുന്നുണ്ട്. അതിനിടയിൽ ഈ പൊതു താല്പര്യമില്ലാത്ത വിഷയത്തിൽ അതിൽ ഹൈക്കോടതി ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ CBIക്ക് ഈ കേസ് കൈമാറരുത് എന്നുള്ളതാണ് വീണയുടെ ആവശ്യം. ഈ സമാന്തരമായി കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണ്ട എന്നാണല്ലോ സത്യവാങ്മൂലത്തിൽ പറയുന്നത്, രേഷ്മ. അങ്ങനെയെങ്കിൽ ഈ അന്വേഷണത്തിനെ സ്വാഭാവികമായും ഭയക്കുന്നത് കൊണ്ടുമാകുമല്ലോ. കാരണം ഈ രേഷ്മ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയുടെ സത്യവാങ്മൂലത്തിൽ എന്തുകൊണ്ട് ഈ അന്വേഷണത്തെ എതിർക്കുന്നു എന്ന് പറയാൻ അല്ലെങ്കിൽ വ്യക്തമായി വിശദീകരിക്കാനായി കഴിഞ്ഞിട്ടില്ലല്ലോ. അതെ അനു, കാരണം ഇതിലൊരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മകൾ വീണ വിജയനെയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും, അതിൽ തന്നെ ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഇറക്കിയ ഉത്തരവ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസപ്പടി ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആ വസ്തുതകൾ പൊതുജനം അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര തലത്തിലുള്ള കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നുള്ളതായിരുന്നു ഹർജിക്കാരൻ മുന്നോട്ട് വെച്ച വാദം. പക്ഷേ ഇതിൽ SFI
യുടെ അന്വേഷണം നടക്കുന്നുണ്ട്. കമ്പനീസ് ആക്ട് പ്രകാരവും നേരത്തെ അന്വേഷണം നടന്നു. അതുകൊണ്ട് തന്നെ അഴിമതി സംബന്ധിച്ചുള്ള വിഷയത്തിൽ CBIയുടെ ഒരു അന്വേഷണം വേണ്ടതില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഹൈക്കോടതിയെ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ അന്വേഷണത്തെ താൻ എതിർക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു മറുവാദം അല്ലെങ്കിൽ ഒരു മറുപടി നൽകാനായിട്ട് ഇതുവരെ വീണ വിജയന് സാധിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയാണെങ്കിൽ പ്രതിക്കൂട്ടിൽ തന്നെയാണ്. പ്രത്യേകിച്ച് മകൾ ഈ 1.72 കോടി രൂപ കരിമണൽ കമ്പനിയായിട്ടുള്ള എക്സലോജിക്കിൽ നിന്ന് വാങ്ങിയത് മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ എന്നുള്ളതാണ് ആക്ഷേപമായിട്ടും ആരോപണമായിട്ടും നിലനിൽക്കുന്നത്. ആ ആക്ഷേപം അതിന്റെ സംശയങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് മാറാനായിട്ട് ഇതുവരെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുമില്ല. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് തനിക്കെതിരായിട്ടുള്ള അന്വേഷണത്തെ കോടതിയിൽ എതിർക്കാനായിട്ട് മുഖ്യമന്ത്രിക്ക് സാധിക്കുക? അതോടൊപ്പം തന്നെ വീണയ്ക്കും സാധിക്കുക എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഇതിലെന്തായാലും സ്വാഭാവികമായിട്ടുള്ള നടപടി എന്നുള്ള രീതിയിൽ ഹൈക്കോടതി ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം വേണ്ടതില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇരുവരും സത്യവാങ്മൂലങ്ങൾ സമർപ്പിച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതിയാണ് ഈ ഒരു പൊതുതാൽപര്യ ഹർജിയിൽ ഈ വിഷയത്തിൽ പൊതുതാൽപര്യം ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ഹർജി നിലനിൽക്കുമോ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടത്. ഇരുവരും പറയുന്നത് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തിയാണ് ഹർജിക്കാരൻ, അതുകൊണ്ട് തന്നെ ഇത് തള്ളണമെന്നുള്ളതാണ്. പൊതുസമൂഹത്തിൽ ഒരു സംശയദൃഷ്ടിയോടെ നിൽക്കുന്ന ഇരുവരും ആ സംശയദൃഷ്ടിക്ക് അപ്പുറത്തേക്ക് അതിന്റെ വസ്തുതകൾ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ഹർജി ഒരു മാധ്യമപ്രവർത്തകൻ നൽകിയത്. പക്ഷേ ആ ഹർജിയെ തുറന്ന് എതിർക്കുന്നു എന്നുള്ളതാണ് ഇതിലെ അതിശയകരമായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതി അടുത്ത ദിവസങ്ങളിൽ ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഈ ഹർജിയുടെ മെയിന്റനബിലിറ്റി മാത്രമല്ല, ഈ ഹർജി ഈ ഒരു വിഷയത്തിൽ മാസപ്പടി ഇടപാടിൽ പൊതുതാൽപര്യം ഉണ്ടോ എന്ന കാര്യങ്ങളടക്കം കോടതി പരിശോധിക്കും. മറ്റൊന്ന്, ഈ മൂവാറ്റുപുഴയിലെ വിജിലൻസ് കോടതി അടക്കം സമാനമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളിയ ഒരു സാഹചര്യമുണ്ട്. ഹൈക്കോടതി ആ ഹർജി തള്ളിയത് കൊണ്ട് തന്നെ വീണ്ടും ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഈ ഹർജി കൂടി തള്ളണമെന്ന് ഈ പറയുന്ന വീണ വിജയൻ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഇതുവരെ ഈ പൊതുസമൂഹത്തിൽ ഉയർന്ന ചോദ്യങ്ങൾക്കോ ആക്ഷേപങ്ങൾക്കോ കുറ്റ ആരോപണങ്ങൾക്കോ കൃത്യമായിട്ടുള്ള മറുപടി നേരിട്ടോ അല്ലാതെയോ വീണയ്ക്കോ മുഖ്യമന്ത്രിക്കോ പറയാൻ സാധിച്ചിട്ടില്ല. എക്സലോജിക്കിനെതിരെയും നടത്തുന്ന എല്ലാ ആരോപണങ്ങളും ഉയരുന്ന എല്ലാ ആരോപണങ്ങളും തെറ്റ് എന്നാണ് വീണ വിജയൻ മറുപടി സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയിലാണ് മറുപടി സത്യവാങ്മൂലം നൽകിയിരിക്കുന്നതും. CBI അന്വേഷണം ആവശ്യമില്ല എന്നും പറയുന്നുണ്ട്. സമാന്തരമായി മറ്റൊരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടതില്ല എന്നാണ് വീണ വിജയൻ പറയുന്നത്.